കേരളത്തിൽ വിജയ് വരുമോ? വരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തിനാണ് വിജയ് വരുന്നത്? ആരാണ് ഈ വിജയ്? തമിഴ്നാട്ടിലെ വളരെ പ്രധാനപ്പെട്ട വെട്രിക്കഴകം പാർട്ടിയുടെ നേതാവാണ് വിജയ്. ഇപ്പോൾ ഈ ഇടയ്ക്ക് അവിടെ കരൂരിൽ നടന്ന ദുരന്തമെല്ലാം നമ്മൾ കേട്ടതാണ്, കുറേ ആളുകൾ മരിക്കുകയൊക്കെ ചെയ്തതാണ്. ആ വിജയ് കേരളത്തിൽ വരും. വിജയ് വരുമോ? വരും. എന്തിന് വിജയ് വരുന്നു? കോൺഗ്രസിന്റെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസിന്റെ താരപ്രചാരകനായി വിജയ് വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇതെങ്ങനെയാണ് വിജയ് വരുന്നത്? തമിഴ്നാട്ടിൽ വിജയ് നിൽക്കുന്നത് കോൺഗ്രസ് മുന്നണിയിലല്ലല്ലോ. അവിടെയാണ് പുതിയ തമിഴ് രാഷ്ട്രീയം ഇളകിമറിയുന്നത്. പുതുച്ചേരിയിലെയും കേരളത്തിലെയും തെരഞ്ഞെടുപ്പിൽ, പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനും അസംബ്ലി തെരഞ്ഞെടുപ്പിനും വിജയിയെ ഇറക്കാൻ കോൺഗ്രസ് തന്ത്രങ്ങൾ മെനയുകയാണ്. അതിന്റെ ഭാഗമായി തമിഴ്നാട്ടിൽ കോൺഗ്രസ് വിജയുമായി അടുക്കുകയാണ്. വെട്രിക്കഴകം പാർട്ടിയുമായി വിജയുമായി നമ്മുടെ കോൺഗ്രസ് തമിഴ്നാട്ടിൽ അടുക്കുകയാണ്. അപ്പോൾ സ്റ്റാലിന്റെ കൂടെ DMK മുന്നണിയിലാണ് കോൺഗ്രസും CPM എല്ലാം ഇപ്പം നിൽക്കുന്നത്, CPI എല്ലാം നിൽക്കുന്നത്. സ്റ്റാലിനെ കൈവിട്ടുകൊണ്ട് ADMK ആയിട്ടൊരു ശത്രുതയുണ്ട് എങ്കിലും വിജയെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു ADMK ആയിട്ടും വിജയായിട്ടും കൂടെ പോകാൻ പറ്റുമോ എന്നുള്ള ചോദ്യം. പക്ഷേ ADMK BJP മുന്നണിയിലാണ്. അതുകൊണ്ട് ആ ADMK വിട്ടുപിടിച്ചിട്ട് വിജയുമായി ചേർന്നുകൊണ്ടുള്ള ഒരു മുന്നണി പറ്റുമോ എന്നുള്ള ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ വേറെ പ്രശ്നം വരുന്നത്, ഈ വിജയിയെ BJPയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. BJP എന്ന് പറഞ്ഞാൽ BJP പാർട്ടിയിലേക്കല്ല, BJP മുന്നണിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ADMK BJP മുന്നണികളിലേക്ക് പനീർസെൽവം ആരെ വിളിച്ചിട്ടുണ്ട്? നമ്മുടെ വിജയെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ വിജയ് അത് ജനുവരിയിൽ പറയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നവംബർ ഡിസംബർ മാസങ്ങളിൽ അവിടെ ഈ മറ്റ് പ്രചരണ പരിപാടികളൊക്കെ നടത്തി ഈ ദുരിതം പറ്റിയ ആളുകളുടെ വീട്ടിലൊക്കെ പോയി അതിനൊക്കെ ഒരു സമാധാനം ഉണ്ടാക്കിയതിനു ശേഷം ജനുവരിയിൽ തീരുമാനം പറയാമെന്ന് പറഞ്ഞ് നിൽക്കുന്നതിനിടയിലാണ് തമിഴ്നാട്ടിൽ അതീവ രസകരമായ മറ്റൊരു വിവരങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ കോൺഗ്രസിന് നിലവിൽ DMK ആയിട്ടാണ് അവിടെ സഖ്യം. പക്ഷേ തെരഞ്ഞെടുപ്പിൽ ഇത് മാറിയേക്കാം എന്നാണ് സൂചനകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ആശ്വാസനങ്ങൾ, സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അസ്വാരസ്യങ്ങളൊക്കെ അവിടെ വന്നു കഴിഞ്ഞു. അവിടെ ഉദയനിധി സ്റ്റാലിൻ കോൺഗ്രസ് MPയെ വേദിയിലിരുത്തി ചില പിരിമുറുക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വന്നു കഴിഞ്ഞു. അപ്പോൾ ഉദയനിധി സ്റ്റാലിനുമായി, അത് MK സ്റ്റാലിന്റെ മകൻ ഉദയനിധി സ്റ്റാലിനുമായും അവർ തെറ്റുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഉദയനിധി സ്റ്റാലിൻ ആയിരിക്കും അടുത്ത DMKയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എങ്കിൽ കോൺഗ്രസുമായി നല്ല ഒരു ബന്ധമല്ല. പിന്നെ അതുപോലെ തന്നെ ADMK ജയിച്ച മണ്ഡലങ്ങളാണ് കോൺഗ്രസിന് കൊടുക്കാനുള്ള ചർച്ച വരുന്നു. അതവർക്ക് താല്പര്യമില്ല. അപ്പോൾ എന്തായാലും കോൺഗ്രസും DMKയുമായിട്ട് അകലുകയാണ്. ഈ അകലുന്നത് ഒന്ന് മുതലാക്കിക്കൊണ്ട് AICC വിജയിയെ കൊണ്ടുവരികയും വിജയിയെ കേരളത്തിലും പോണ്ടിച്ചേരിയിലും ഒന്ന് ഇറക്കിയാൽ അത് കോൺഗ്രസിന് ഗുണകരമാകും എന്നൊരു പുതിയ രാഷ്ട്രീയ ഫോർമുലയാണ് വരുന്നത്. എന്തായാലും വളരെ ഗൗരവമായ കാര്യമുണ്ട്. പക്ഷേ തമിഴ്നാട്ടിൽ ഈ ഇന്ത്യ മുന്നണിയുണ്ട്. ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന അത്ര വലിയൊരു സംവിധാനമല്ലെങ്കിൽ പോലും തമിഴ്നാട്ടിലുണ്ട്. ഇപ്പൊ സ്റ്റാലിനൊക്കെ ഉണ്ടൊരു മുന്നണിയാണത്. പക്ഷെ ആ മുന്നണിക്ക് ശക്തമായ വെല്ലുവിളിയാണ് നമ്മുടെ വിജയ് അവിടെ ഉയർത്തിയിരിക്കുന്നത്. ചെറിയ വെല്ലുവിളിയല്ല, വിജയ് ഉയർത്തിയിരിക്കുന്നത് വലിയ വെല്ലുവിളിയാണ് ഇന്ത്യ മുന്നണിക്ക്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള ഒരു നിലപാട് വിജയ് സ്വീകരിക്കുമോ, അല്ലെങ്കിൽ വിജയെ കൂടി നിർത്തിക്കൊണ്ട് എങ്ങനെയാണ് കോൺഗ്രസിന് അവിടെ പച്ചപിടിക്കാൻ പറ്റുക എന്നുള്ളതാണ്. അതുപോലെ 2026 തെരഞ്ഞെടുപ്പിൽ ആത്മവിശ്വാസം പഠിപ്പിച്ച മാണിക്യം ടാഗോർ സീറ്റ് വിഭജന ചർച്ചകൾ പതിവാണെന്നും SIR-ലൂടെ വോട്ടില്ലാതാക്കാനുള്ള BJPയുടെ കൊള്ള നടക്കാൻ ശ്രമിക്കുകയാണെന്നും കൂട്ടിച്ചേർന്നു. വിജയ് ഇത്തരം കാര്യങ്ങളിൽ എടുക്കുന്ന നിലപാടിനെ അവർ സ്വാഗതം ചെയ്തിട്ടുമുണ്ട് DMK-ക്കാർ. പക്ഷെ ഇതെല്ലാം പറയുമ്പോഴും തമിഴ്നാട്ടിന്റെ രാഷ്ട്രീയം വീണ്ടും മറിയുകയാണ്. വിജയ് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയാകുമോ? അതിൽ കോൺഗ്രസുകാരുമായി ചേർന്നിട്ടുള്ള ഒരു പുതിയ മുന്നണി വരുമോ? അതോ വിജയ് ഒറ്റയ്ക്ക് മത്സരിക്കുമോ? അതോ വിജയ് BJP മുന്നണിയിലേക്ക് പോയി അവിടെ മത്സരിക്കുമോ? എന്തായാലും തമിഴ്നാട് രാഷ്ട്രീയത്തിൽ പുതിയ ഒരു താരോദയം ഉണ്ടായിട്ടുണ്ട്. കരൂരിൽ നടന്ന സംഭവം അതൊരു വേദനാജനകമായ സംഭവമാണെങ്കിലും അത് കുറച്ചൊരു ഫീഡ്ബാക്ക് അല്ലെങ്കിൽ സെറ്റ് ബാക്ക് വിജയ്ക്ക് ഉണ്ടാക്കിയെങ്കിലും അതിന്റെ 10 മടങ്ങ് ആവേശത്തിലാണ് വിജയ്ക്ക് അവിടെ മുന്നേറാൻ കഴിയുന്നത്. കാരണം അതൊരു രക്തസാക്ഷിത്വം ഒക്കെ വന്നുവെങ്കിലും 10 മടങ്ങ് ആവേശം അത് DMK സർക്കാർ ചെയ്തിട്ടുള്ള സെന്തിൽ ബാലാജി എന്ന് പറയുന്ന അവിടുത്തെ MLA ചെയ്തിട്ടുള്ള ഒരു കുതന്ത്രമാണ് എന്ന് പറഞ്ഞ് പരത്തുന്നതിൽ വിജയുടെ വിഭാഗം വിജയിച്ചിട്ടുണ്ട്. അങ്ങനെ വിജയിച്ചത് കൊണ്ട് തന്നെ സെന്തിൽ ബാലാജിയുടെ ഈ തോന്നിയവാസമാണ് ഈ 10-15 പേരുടെ മരണത്തിലേക്ക് പോയത് എന്നുള്ള ഒരു വിശ്വാസം തമിഴ്നാട്ടിൽ ജനതയിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞത് കൊണ്ട് തന്നെ വിജയിന്റെ തേരോട്ടം തമിഴ്നാട്ടിൽ വളരെ ശക്തമായി നടക്കുകയാണ്.
ആ രാഷ്ട്രീയം കേരളത്തിൽ വരും എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അഖിലേന്ത്യാ തലത്തിൽ വിജയിയെ കൂടെ നിർത്തിക്കൊണ്ട് കോൺഗ്രസിന്റെ പടയോട്ടം വർദ്ധിപ്പിക്കാൻ കേരളത്തിൽ താരപ്രവർത്തകരെ ഇറക്കിപ്പോൾ രാഹുൽ ഗാന്ധി ഉണ്ട് ആൾറെഡി, പ്രിയങ്ക ഗാന്ധി ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ വടക്കുള്ള അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുള്ള താര നിരയിലുള്ള ആളുകളെ കൂടി ഇവിടെ കൊണ്ടുവന്നുകൊണ്ട് കേരളത്തിൽ ഒരു ഹൈപ്പ് ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. ബിനുവിനെ പോലുള്ള ആളുകളെ വെച്ചിട്ടുണ്ട്. ഒരു പാരഡി പാടുന്ന ഒരാളിനെ കഴിഞ്ഞ ദിവസം ബംഗാളിയെ കുറിച്ചൊക്കെ ഒരു പാരഡി പാടുന്ന ഒരാളിനെ പിന്നെ സ്ഥാനാർത്ഥിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ധർമ്മൻ ബോൾഗാട്ടി, പിന്നെ രമേഷ് പിഷാരടി, ഇങ്ങനെ കോൺഗ്രസിൽ ഒരുപാട് സാഹിത്യകാരന്മാരും സിനിമാ സിനിമാ രംഗത്തുള്ള ഇപ്പൊ ബിനുവിനെയാണ് അവിടെ നമ്മുടെ സംവിധായകൻ ബിനുവിനെയാണ് കോഴിക്കോട് മേയറായിട്ട് അവർ പരിഗണിച്ചിരിക്കുന്ന കോൺഗ്രസ്. അപ്പൊ ഇത്തരത്തിൽ വരുമ്പോൾ ഒരു താരപ്രഭ കേരളത്തിൽ ഉണ്ടാക്കി അതുകൂടി വോട്ടാക്കുക എന്നുള്ള ഒരു അജണ്ട കോൺഗ്രസിനുണ്ട്, ഐക്യജനാധിപത്യ മുന്നണിക്കുമുണ്ട്. അതിന്റെ ഭാഗമായി വിജയിയെ കേരളത്തിൽ കൊണ്ടുവരുന്നതിനും പോണ്ടിച്ചേരിയിൽ കൊണ്ടുപോകുന്നതിനുമൊക്കെയുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വിജയി വരണമെങ്കിൽ സ്വാഭാവികമായും മുന്നണിയുടെ ഭാഗമാക്കിയാണെങ്കിൽ കൂടുതൽ എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ തമിഴ്നാട് രാഷ്ട്രീയം വീണ്ടും കലങ്ങി മറിയുന്നു. അവിടെ വിജയിയെയും കോൺഗ്രസിനെയും വെച്ചുകൊണ്ടുള്ള പുതിയ മുന്നണി ഉണ്ടായാലും അത്ഭുതമില്ല. അങ്ങനെ ഒരു മുന്നണി ഉണ്ടായാൽ അതിൽ ADMK വരുമോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. കാര്യം ADMK ഇപ്പോൾ നിൽക്കുന്നത് BJP-യോടാണ്. BJP-ക്ക് അകത്തുള്ള കലഹം വളരെ വലിയ തോതിലാണ് തമിഴ്നാടിനെ ബാധിച്ചിരിക്കുന്നത്. അണ്ണാമല IPS കളഞ്ഞു, രാജിവെച്ചു. അപ്പം പിന്നെ IPS-ൽ എന്നാലും അണ്ണാമല IPS-ന്റെ നേതൃത്വത്തിൽ വലിയ ഹൈപ്പിലാണ് തമിഴ്നാട്ടിൽ BJP പോയപ്പോൾ പെട്ടെന്നൊരു ADMK-യുമായിട്ടുള്ള സഖ്യത്തിന്റെ പേരിലുള്ള ആഭ്യന്തര കലാപം ഉണ്ടായി BJP-ക്കകത്ത്. അതിൽ അണ്ണാമലയെ കേന്ദ്ര നേതൃത്വം കൈവിടുന്ന കാര്യമാണ് കണ്ടത്. കേന്ദ്ര നേതൃത്വം എന്ന് പറഞ്ഞാൽ അമിത്ഷായാണ് ഇത് കോർഡിനേറ്റ് ചെയ്യുന്നത്, അല്ലെ അമിത്ഷായാണ് തമിഴ്നാട് രാഷ്ട്രീയം നോക്കിയിരുന്നത്. പക്ഷെ അമിത്ഷാ തന്നെ അണ്ണാമലയെ കൈവിടുകയും അണ്ണാമലയെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി ആഭ്യന്തര സഹമന്ത്രിയാക്കുക എന്നൊക്കെയാണ് കേട്ടത്. പക്ഷെ ഇപ്പൊ ആഭ്യന്തരമില്ല, സഹവുമില്ല, ഒന്നുമില്ലാതായി. അദ്ദേഹം ഒരു സഹോ എന്ന് പറഞ്ഞ് ഒരു ബ്രോയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. അങ്ങനെ നടക്കുമ്പോൾ അദ്ദേഹം കൃഷിയിലേക്ക് പോകുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ വീഡിയോ തന്നെ വന്നിട്ടുണ്ട് അണ്ണാമലയുടെ. അപ്പൊ അങ്ങനെ വളരെ വലിയ തോതിലാണ് തമിഴ്നാട് രാഷ്ട്രീയം മാറിമറിയുന്നത്. ഒന്ന്, DMK-യുടെ ഒരു മുന്നണിയുണ്ട്. അവരിൽ ഇന്ത്യ മുന്നണി എന്നുള്ള കൺസെപ്റ്റിൽ CPM-ഉം CPI-യും കോൺഗ്രസും എല്ലാം സ്റ്റാലിനും ഒക്കെ ചേരുന്ന ഒരു മുന്നണി. അതേപോലെ ADMK-യും BJP-യുമായി വരുന്ന NDA എന്ന് പറയുന്ന അത് മറ്റൊരു മുന്നണി. അതിനിടയിലൂടെയാണ് വളരെ ശക്തമായി വിജയ് അവിടെ ഒരു സ്പേസ് ഉണ്ടാക്കിയെടുത്തത്. വിജയ്ക്ക് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ സ്പേസ് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് തമിഴ്നാട് രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ കൗതുകം. ആ സ്പേസിനെ ഉപയോഗിച്ചുകൊണ്ട് വളരെ കൃത്യമായി കോൺഗ്രസ് ഇത് മനസ്സിലാക്കി വിജയെ കൂടി ചേർത്തുകൊണ്ട്, കഴിയുമെങ്കിൽ ADMK കൂടി ചേർത്തുകൊണ്ട് BJP-യെയും സ്റ്റാലിനെയും ഒഴിവാക്കിക്കൊണ്ടുള്ള പുതിയൊരു രാഷ്ട്രീയ ചേരിക്ക് ശ്രമിക്കുന്നു. അതിന്റെ തുടക്കമായി വിജയിയെ കേരളത്തിൽ കുറെ യോഗങ്ങളിലെങ്കിലും കൊണ്ടുവന്ന് കേരളത്തിലും ഒരു ഹൈപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ എന്നതാണ് കോൺഗ്രസിന്റെ പുതിയ അജണ്ട. ആ അജണ്ടയിൽ, ആ വലയിൽ വിജയ് വീഴുമോ എന്നുള്ളതാണ് തമിഴ്നാട് രാഷ്ട്രീയവും കേരള രാഷ്ട്രീയവും ദേശീയ രാഷ്ട്രീയവും നോക്കിക്കാണുന്നത്.